നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഞാനൊരു സിംഗിൾ പാരൻ്റ് ആണെന്ന് പൊതുസമൂഹത്തോട് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ എന്നാണോ സാധിക്കുന്നത് അന്ന് മാത്രമേ ഭർതൃവീട്ടിലെ ആത്മഹത്യയും കൊലപാതകങ്ങളൊക്കെ അവസാനിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ ഒരു തുടർക്കഥയായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുട്ടികൾ ഇന്നത്തെ കാലത്ത് വിവാഹം വേണ്ട എന്ന് പറയുന്നത് അവരൊരുപാട് കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അല്ലേ? ഇപ്പോൾ പണ്ട് നമ്മുടെ ഉത്തര അതുപോലെ വിസ്മയ അവരൊക്കെ മരിച്ച സമയത്ത് ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലേ? ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ഡെയിലി എന്ന് പറയുന്ന പോലെയാണ് ഓരോരോ മരണം അല്ലെങ്കിൽ കൊലപാതകങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ മക്കൾ എനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവരെ നിർബന്ധിക്കാൻ കഴിയില്ല. അവർ പറയുന്നതിനോട് നമ്മൾക്ക് യോജിക്കേണ്ടതായിട്ടും വരും. അപ്പോൾ ഒരു അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്നതൊക്കെ കാലഹരണപ്പെട്ടു പോയി. ഇതൊരു നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് വിവാഹം എന്ന് പറയുന്നതൊക്കെ. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് ഇന്നത്തെ തലമുറ മനസ്സിലാക്കി. അതുകൊണ്ട് അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്ന സമ്പ്രദായം ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെയുള്ള വിവാഹം ലവ് മാരേജ് ആണ്. അതും നടക്കുന്നുണ്ടെന്ന് മാത്രം. പക്ഷെ അതിലും കൂടുതൽ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, ലിവിങ് ടുഗദറാണ്. എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ലിവിങ് ടുഗദറിലാണ് എന്ന് പറയാനായിട്ട് പാരൻസിനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവർക്കും അതൊക്കെ തന്നെ അവർ അംഗീകരിച്ചു അല്ലേ? അപ്പോൾ ഒരു തള്ളക്കോഴി ചിറകിൻ്റെ അടിയിൽ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്ന പോലെ കാക്കയ്ക്കും പരുന്തിനും ഒന്നും കൊടുക്കാതെയാണ് എല്ലാ പാരൻസും മക്കളെ പൊതിഞ്ഞ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അവസാനം ഇവരെന്ത് ചെയ്യും? കൊണ്ടുപോയി കൊടുക്കുന്നത് ഒരു കഴുകൻ്റെ കൂട്ടിലേക്കാണ്. പക്ഷെ അത് കഴുകനാണെന്ന് അറിഞ്ഞിട്ടൊന്നും അല്ല അവർ കൊണ്ടുപോയി കൊടുക്കുന്നത് അല്ലേ? നമ്മൾ വിവാഹ സമയത്ത് അത് ആലോചിക്കുന്ന സമയത്ത് പയ്യൻ്റെ വീട്ടുകാരെ കുറിച്ച് എല്ലാവരോടും നമ്മൾ അന്വേഷിക്കും. അപ്പോൾ നമ്മൾ പൊതുവെ കേൾക്കുന്ന കാര്യങ്ങൾ എന്താണ്? സൽസ്വഭാവി, കുടുംബസ്നേഹി, സ്നേഹനിധി, അങ്ങനെ ഒരുപാട് ലേബലുകളൊക്കെ ഈ പയ്യനുണ്ടാവും. ഇതെല്ലാം അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓരോ പാരൻസും മക്കളെ ഈ ഒരു കഴുകൻ കൂട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മക്കൾ സത്യം മനസ്സിലാക്കും അല്ലേ? സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്കല്ലാതെ വേറെ ആർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഈ പയ്യൻ്റെ പാരൻസിന് പോലും മക്കളെ മനസ്സിലാക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. പക്ഷേ ഭാര്യയ്ക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പെൺകുട്ടി വന്ന് സ്വന്തം പാരൻസിൻ്റെ അടുത്ത് പറയും, നമ്മൾ അന്ന് കേട്ടതുപോലെയൊന്നുമല്ല ആളുടെ സ്വഭാവം, ഇങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത്, സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പാരൻസിന് വിശ്വാസം ആദ്യം സൽസ്വഭാവി, കുടുംബസ്നേഹി എന്നൊക്കെ പറഞ്ഞു കൊടുത്ത ആളുകളെ ആയിരിക്കും അവർ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്ന അവരെയായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ ഇവർക്ക് നാണക്കേടായിരിക്കും അല്ലേ? എൻ്റെ മകനോ മകളോ വിവാഹം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആവുകയാണ്, മകൾ ബന്ധം വേർപെടുത്തി വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്ക് നാണക്കേടാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം പാരൻസും ഉണ്ട്. അപ്പോൾ സമൂഹമല്ല മാറേണ്ടത്, നമ്മളാണ് മാറേണ്ടത്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ മക്കൾ ജീവിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് നീതി കിട്ടേണ്ടത്. മരിച്ചു കഴിയുമ്പോൾ എൻ്റെ മകൾക്ക് നീതി വേണമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അലമുറയിട്ട് കരഞ്ഞിട്ടും അതുവരെയുള്ള എല്ലാ പീഡനങ്ങളും വിളിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഈ പീഡനങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തുകൊണ്ട് ആ സമയത്ത് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ നിങ്ങൾ ആരും തുനിഞ്ഞില്ല? ഒരു എലിയെ നമ്മളൊരു കൂട്ടിൽ ട്രാപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു തേങ്ങാപ്പൂളോ അതല്ലെങ്കിൽ കപ്പയോ എന്തെങ്കിലുമൊക്കെ കെണിയായിട്ട് ആ കൂട്ടിൽ വയ്ക്കും അല്ലേ? ഇത് കണ്ടിട്ടാണ് എലി വന്ന് ഇതിനകത്ത് കയറുന്നതും ഇതിൽ കടിക്കുന്നതും. കടിക്കുന്ന വഴി തന്നെ അതിൻ്റെ ഡോറങ്ങ് അടഞ്ഞ് എലി പെട്ടിയിലാവും. ഒന്നല്ലെങ്കിൽ എലിയെ ട്രാപ്പിലാക്കിയ ആൾ അതിനെ കൂട് തുറന്ന് വിടാനുള്ള മര്യാദ കാണിക്കണം. അതല്ലെങ്കിൽ എന്തേ, കുറച്ച് ബലപ്രയോഗത്തിലൂടെയെങ്കിലും പുറത്ത് നിന്ന് ഒരാൾ ഈ എലിയെ തുറന്നു വിടണം. അപ്പോൾ നമ്മളെ കൂട്ടിൽ അടച്ചിരിക്കുന്നത് നമ്മുടെ ഭർത്താക്കന്മാരായിരിക്കും. അപ്പോൾ നമ്മളെ തുറന്നു വിടേണ്ട ബാധ്യത ഉള്ളത് ആർക്കാണ്? നമ്മുടെ ഭർത്താവിനല്ല. അതിലുപരി നമ്മളെ രക്ഷിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം നമ്മുടെ പാരൻസിനും സഹോദരനും സഹോദരിക്കും അവർക്കൊക്കെയാണ്. അതാണ് അതുല്യയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ആ കുട്ടി വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ സ്വന്തം വീട്ടുകാരെ അറിയിച്ചു. എങ്കിൽ പോലും വീട്ടുകാർ നീ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മറുപടിയാണ് ആ കുട്ടിക്ക് കേൾക്കേണ്ടി വന്നത് അല്ലേ? എത്ര കാലം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും? എന്തിനാണ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ടല്ലേ? നമ്മൾ ആരുടെ അടിമയൊന്നുമില്ല. ഈ മരിച്ച പെൺകുട്ടി വിഭജികയായാലും അതുല്യായാലും ഇവരൊക്കെ വിദ്യാഭ്യാസവും വിവരവും ജോലിയൊക്കെ ഉള്ള കുട്ടികളായിരുന്നു. പക്ഷേ അവർക്കില്ലാതെ പോയി ഒന്നുണ്ട്, സ്വയം പര്യാപ്തത. നമ്മൾ ആ ഒരു ഷെല്ലിൽ നിന്ന് പുറത്ത് കടന്നാൽ മാത്രമേ നമുക്ക് ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഞാനിവിടെ കാണുന്ന ഒരു കുട്ടിയുണ്ട്. അത്
കുട്ടീനെ അതിൻ്റെ പിതാവാണ്, അച്ഛനാണ് സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുക. +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ കുട്ടി അത് കഴിഞ്ഞ് കോളേജിലേക്ക് ആവും, അപ്പോഴും ഈ അച്ഛൻ തന്നെ കൊണ്ടുപോകും കൊണ്ടുവരും. അത് കഴിഞ്ഞ് ജോലിയാവും, അതിനുശേഷം ഇതിന് വിവാഹം കഴിച്ചു വിടും. കൊച്ച് ജോലിക്കും പോവും, മാസം ശമ്പളവും ഒക്കെ മേടിക്കും. പക്ഷേ അപ്പോഴും ഇവൾക്ക് പല കാര്യങ്ങൾക്കും ആ ഭർത്താവിനെയോ ഭർത്തൃ വീട്ടുകാരോടോ അനുവാദം വാങ്ങേണ്ടി വരും. എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൂട്ടുവരേണ്ടി വരും. കാരണം ഈ കുട്ടി ആ കാര്യങ്ങളിലൊന്നും സ്വയം പര്യാപ്തത നേടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ ഒരു വിവാഹം കഴിച്ചു വിടുന്നതിന് മുമ്പ് സ്വയം പര്യാപ്തതയും കൂടെ അതിനും കൂടെ നമ്മൾ മക്കളെ പ്രാപ്തരാക്കിയിട്ട് വേണം അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കാനായിട്ട്. ഇപ്പോൾ ഒരു സംഭവം ഞാൻ പറയാം, അത് കേൾക്കുമ്പോൾ പലരും ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും. എനിക്കറിയാവുന്ന ഒരു ചേച്ചി, അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 20 വർഷമായിട്ടുണ്ട്. ഒരു കല്യാണത്തിന് മുമ്പ് അവരുടെ ഭർത്താവിന് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അത് വീട്ടിൽ അംഗീകരിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ ചേച്ചിയെ ഇദ്ദേഹം കല്യാണം കഴിച്ചത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ്റെ പിതാവ് മരിച്ചുപോയി. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ആരെയും പേടിക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെ ഇദ്ദേഹം വീണ്ടും കാമുകിയെ തേടിപ്പോയി. ആ കാമുകിയും വിവാഹം കഴിച്ചിരുന്നു കേട്ടോ. അവർക്ക് ഭർത്താവും മക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം വീണ്ടും അവരെ കാണാൻ പോയി. ആ ഒരു ബന്ധം തുടർന്നു. ഈ ചേച്ചിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി സ്വന്തം വീട്ടിൽ വിളിച്ചു പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് ഈ ചേച്ചിയുടെ അമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മോളെ, അവന് വയസ്സും പ്രായമൊക്കെ ആയി, അവൻ കിടപ്പിലാവുന്ന ഒരു സമയം വരുമ്പോൾ അവൻ നിന്നെ അന്വേഷിച്ചു വരും. നിന്റെ സ്നേഹം എന്താണെന്ന് അവൻ അന്നേരം അറിയും. ഇതാണോ ഒരമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇപ്പോൾ ആ ബന്ധം എവിടെ എത്തി നിൽക്കുന്നു എന്ന് വെച്ചാൽ, 2 നില വീടാണ്. മുകളിലത്തെ ഫ്ലോറിൽ ഈ ചേച്ചി 2 മക്കളായിട്ട് താമസിക്കുന്നു. താഴത്തെ നിലയിൽ ഈ വ്യക്തി ആ കാമുകിയുമായിട്ട് താമസിക്കുന്നു. ഇപ്പോഴും ബന്ധം വേർപെടുത്തിയിട്ടില്ല. സമൂഹത്തിൻ്റെ മുൻപിൽ ഇപ്പോൾ ഈ ചേച്ചിയുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടിക്കൊക്കെ വരുമ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ട് 2 പേരും ആ ഒരു സ്റ്റാറ്റസിൽ തന്നെ വരുന്നു പോകുന്നു. വീട്ടുകാർക്ക് ആവശ്യം അതാണ്. മറ്റുള്ളവരുടെ മുൻപിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുൻപിൽ എൻ്റെ മകളും മരുമകനും, എൻ്റെ മകളും ഭർത്താവും നല്ല രീതിയിൽ ജീവിക്കുന്നു. ആ കാഴ്ചപ്പാടിന് ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വിഭജികമാരും അതുല്യമാരൊക്കെ ഉണ്ടാവുന്നത്, അല്ലേ? ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ നമുക്ക് പാരൻസിൻ്റെ കുറ്റം പറയാം. അതേസമയം ലവ് മാരേജ് ആകുമ്പോൾ സ്വന്തം ഇഷ്ടത്തിന് ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് നമ്മൾ ജീവിതം തീരുമാനിക്കുന്നതാണല്ലേ. അങ്ങനെ വരുമ്പോൾ പങ്കാളിക്ക് എന്തെങ്കിലും സ്വഭാവദൂഷ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ കുറേയൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പെട്ടെന്നൊന്നും നമ്മൾ കാര്യങ്ങൾ പുറത്തു വിടില്ല. പക്ഷേ നമുക്കൊരു പരിധി ഉണ്ടല്ലോ ആ കാര്യത്തിനും. ആ പരിധി വിട്ട് കഴിയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പുറത്തേക്ക് വിടും. അപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ ആ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്താണ് സംഭവിക്കുക, അല്ലേ? ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ മക്കളെ വളർത്തുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു ആത്മധൈര്യം, അതുപോലെ അവരെ സ്വയം പര്യാപ്തമാക്കി നമ്മൾ വളർത്താൻ ശ്രമിക്കുക. അല്ലാതെ സഹിച്ച് ക്ഷമിച്ച് എത്ര കാലം ഒരാൾക്കും ജീവിക്കാൻ പറ്റും? ഒരാൾ കിടപ്പിലായി കഴിയുമ്പോഴാണോ നമ്മുടെ സ്നേഹം തിരിച്ചറിയേണ്ടത്? കിടപ്പിലായി കഴിയുമ്പോൾ അയാളെ നോക്കാനായിട്ട് പൈസ കൊടുത്ത് ഒരു ഹോം നേഴ്സിനെ വെച്ചാൽ മതി. ആ സമയത്ത് ഭാര്യയുടെ ആവശ്യമൊന്നുമില്ല. ഭാര്യ നോക്കണമെങ്കിൽ എങ്ങനെയാണെങ്കിലാണ് ഭാര്യ നോക്കുക? ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ ജീവിതം എത്രമാത്രം സമാധാനവും സന്തോഷവും ഉള്ളതായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഭാര്യ അയാളെ സ്നേഹത്തോടു കൂടി നോക്കുകയുള്ളൂ. ചിലപ്പോൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ചിലപ്പോൾ നോക്കുമായിരിക്കും. പക്ഷെ അതിൽ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിന് ഒരു പരിധി വരെ കാരണക്കാർ സ്വന്തം മാതാവും പിതാവും തന്നെയാണ്. അവർക്ക് അവരുടെ സമൂഹത്തിലുള്ള വില കളയാനായിട്ട് താല്പര്യമില്ല. ഒരു മകള് ഡിവോഴ്സായി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് 2 കൂട്ടർക്കും ഉണ്ടാവും, അല്ലേ? സാമ്പത്തികമായിട്ട് മകളെ സഹായിക്കേണ്ടി വരും. മകള് കുട്ടിയുണ്ടാവും. അപ്പോൾ സാമ്പത്തികമായിട്ട് സഹായിക്കണം, നമ്മുടെ സമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കണം, നമ്മുടെ ആരോഗ്യവും ചിലപ്പോൾ അവർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അത് കുറച്ച് നാളത്തേക്ക് മാത്രം. ഈ കുറച്ച് നാൾ കൊണ്ട് നമ്മൾ മക്കളെ സ്വയം പര്യാപ്തമാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ത്രൂ ഔട്ട് ലൈഫ് ലോങ് നമ്മൾ അവർക്ക് വേണ്ടി എല്ലാ സാധനവും ഇരിപ്പിടത്തിൽ കൊണ്ടുവന്ന് കൊടുത്തല്ല അവരെ സ്വയം പര്യാപ്തമാക്കേണ്ടത്. അവരെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു കുറച്ച് വർഷത്തിനിടയ്ക്ക് നമ്മൾ കുറച്ച് കൂടുതൽ കഷ്ടപ്പെട്ടാൽ പിന്നീടുള്ള അവരുടെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും. ആ ഒരു പ്രത്യാശയിൽ നിങ്ങൾക്ക് മരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹം നമ്മളെ വിലയിരുത്തുന്നത്. അതിലും കൂടുതലായിട്ട് എന്താ അറിയോ? വിവാഹമോചനം നടക്കുന്നത് എന്താ പറയുക, പെൺകുട്ടി തോൽവി ആയതുകൊണ്ടാണ്. പെൺകുട്ടി അവിടെ തോറ്റു പോകുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ് പെൺകുട്ടികൾക്ക് ഉണ്ടാവുക. അല്ല, നിങ്ങളല്ല തോറ്റത്, നിങ്ങളുടെ പങ്കാളിയാണ് അവിടെ തോറ്റത്. അത് ആദ്യം നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങൾ ഈ ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാനായിട്ട് ശ്രമിക്കുക.
എന്നാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. നമ്മളെ ചവിട്ടി താഴ്ത്തിയവൻ്റെ മുൻപിൽ അന്തസ്സോടെ അവൻ്റെ കുഞ്ഞുമായിട്ട് അന്തസ്സോടെ ജീവിച്ച് കാണിക്കുക. ഈ ജോലിയും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ എന്തിനാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്തത്? ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ നിങ്ങൾ യാചിച്ചു അല്ലേ? കാരണം ചില ബന്ധങ്ങളിൽ ഒരാൾ, അതായത് പാർട്ട്ണറാണല്ലോ, അപ്പം ഒരാൾ ആത്മാർത്ഥമായിട്ട് വളരെയധികം കഷ്ടപ്പെടും, എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ പിടിച്ചു നിൽക്കണം. അതാണ് വിഭജിക ചെയ്തത്. വിഭജികയെ സംബന്ധിച്ച് ഭർത്താവ് അവളെ അംഗീകരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, പിന്നെ പിതാവിനും കൂടെ വേണ്ടിയിട്ടാണ് അവളെ വിവാഹം കഴിച്ചതെന്ന് അവളോട് പറയുമ്പോൾ അവൾ സ്വന്തം കുഞ്ഞിന് ഒരു അച്ഛൻ വേണമെന്നുള്ള ലേബലിലാണ് ആ പെൺകുട്ടി അവിടെ നിന്നത്. നിന്നെ ഒരാൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിന്റെ ഭർത്താവ് നിന്റെ മകളെ എങ്ങനെയായിരിക്കും കാണുന്നതെന്ന് എന്താണ് ചിന്തിക്കാതിരുന്നത്? വിഭജിയെ അമ്മ കഷ്ടപ്പെട്ട് ഒരാൾ സ്വന്തമായിട്ട് വളർത്തിയെടുത്ത സിംഗിൾ പാരൻ്റ് ആയിരുന്നതുകൊണ്ട് തന്നെയാണ് എൻ്റെ കുട്ടിക്കൊരു ലേബൽ വേണമെന്ന് അവൾ ആഗ്രഹിച്ചത്. പക്ഷേ നമുക്ക് സ്നേഹം തരാത്ത നമ്മുടെ ഭർത്താവ് അവൾ ആ കുഞ്ഞിനെങ്ങനെ സ്നേഹം കൊടുക്കും, കുഞ്ഞിന് എന്ത് കൊടുക്കും, കുഞ്ഞിനെ അവൻ ഏത് രീതിയിൽ കാണും എന്ന് ചിന്തിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? എന്തിനാണ് സ്നേഹത്തിന് വേണ്ടി അവൻ്റെ കാലിൽ പിടിച്ച് യാചിച്ചത്? സ്നേഹം യാചിച്ച് കിട്ടേണ്ട ഒന്നല്ല. സ്നേഹവും ബഹുമാനവും കരുതലും എല്ലാം ഓരോരുത്തരുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരേണ്ടതാണ്. ആ സ്നേഹം കിട്ടാനുള്ള അർഹതയും അവകാശവും നമുക്കുണ്ട്. അതൊന്നും കിട്ടുന്നില്ല എങ്കിൽ പുറം കാലും കൊണ്ട് തട്ടിയെറിഞ്ഞ് ജീവിതത്തിലേക്ക് ധൈര്യപൂർവ്വം കൊച്ചിനെയും കൊണ്ട് ഇറങ്ങിപ്പോരുക. ഇനി വരാനിരിക്കുന്ന തലമുറ ഇങ്ങനെയൊരു കാര്യത്തിലേക്കൊന്നും കടക്കാൻ പോകുന്നില്ല. അവർ കൂടുതലും വേണ്ടാന്ന് വെക്കുമ്പം ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി അവർ ലിവിങ് ടുഗദർ റിലേഷനിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.